ഇപ്പോൾ കാണിച്ചു തരാം. ഇവളെ ഞാൻ ശരിയാക്കും. എൻ്റെ ചുവര് മൊത്തം ഇല്ലാതാക്കും. നോക്കിയാൽ എന്നിട്ട് പെൻസിലിട്ടൊക്കെ കുറച്ച് വരച്ച് വെച്ച് കണ്ടോ. എന്നിട്ട് ഞാൻ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവളെ തലക്കെട്ട് ഞാൻ അടിച്ചു കൊടുക്കും. പടം ശരിയായി. ഭയങ്കര പടം വരപ്പാന്നേ. നമ്മൾ നോക്കിയിട്ട് പറയാടേ. കൊളാവണേ നമ്മളിത് പിന്നെ ഇതാക്കിയിട്ട് വെള്ള പെയിൻറ്റ് പിടിച്ച് അവളെ കൊണ്ട് അടുപ്പിക്കും. മരത്തിൻ്റെ തടി വരയ്ക്കുകയാണ്. അത് ജസ്റ്റ് പുതിയ പെയിൻറ് മേടിച്ച് ഞാൻ ഇവളെ കൊണ്ട് അടുപ്പിക്കും. 4 മാസമായി ഇവളെ കല്യാണത്തിന് വെള്ളം അടിച്ചത്. ബ്ലാക്ക് അടിക്കല് അവളെ അടുത്തത് വെള്ളം അടിപ്പിക്കണേ എനിക്ക്. അതാണല്ലേ കറുത്ത മരമാണ് അവിടെ. മോന്ത പിടിച്ച് അതിലങ്ങ് ഒട്ടിച്ചങ്ങ് വയ്ക്കും അല്ലേ. അത് തന്നെ. എൻ്റെ ചുവര് അതുകൊണ്ട് വരച്ചിട്ടേക്കണം. നോക്കാം ബാക്കിൽ പോയി വരച്ച് പഠിച്ചാൽ പോരെ അല്ലേ. ഫ്രണ്ടിൽ തന്നെ വരച്ച് പഠിക്കണോ? ചെറുതിലേക്ക് കല്യാണം വരയ്ക്കുമായിരുന്നു. പിന്നെ ആ കഴിവുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് കൊച്ചിനെ നമ്മളക്കളൊക്കെ തന്നെ കുഞ്ഞിലെ പിടിച്ച് കെട്ടിച്ച് പിന്നെ പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. PSC എഴുതണോണ്ടാണ് ഞാൻ എഴുതാൻ പറഞ്ഞ് എഴുതുന്നുണ്ടോ? കൊടുത്തു. അങ്ങനെയൊക്കെ എഴുതിയൊക്കെ വരെ ജോലിയൊക്കെ മേടിക്കും. വലുതാകുമ്പോൾ മോനും പഠിക്കില്ലേ? എന്തേലും പഠിക്കും. വരയ്ക്കാണ്, പടം വരയ്ക്കാണ്. കഴിവുണ്ട്. പിന്നെ ഇയാൾക്കെന്ത് കഴിവില്ലാത്ത? മക്കളെ പോയി ബാഗ് ചെയ്യാ വരച്ച് പഠിക്കണേ. ഇന്നലത്തെ പരിപാടിയാണ് ബാക്കി വരച്ചിട്ടത്. അത് വീഡിയോ എടുക്കാൻ പറ്റി. നോക്കാം എന്തരായി തീരുമോ നോക്കാം. ഡേ വഴിയൊക്കെ തെറ്റിപ്പോയല്ലേ. വര തെറ്റിപ്പോയല്ലേ.
വണ്ടി ഇങ്ങ് വരും, വണ്ടി ഇങ്ങ് ഇറങ്ങി വരും. സ്കൂട്ടിയാ? സ്കൂട്ടിയിൽ എങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോകാൻ പറ്റും? ഈ വരയ്ക്കട്ടെ, ബാക്കി നമുക്ക് കാണാം. ആളിവിടെ നമ്മുടെ കഞ്ഞിയാണ്, അയ്യപ്പം കഞ്ഞി. ഇത് കടല വെള്ളത്തിയിട്ടേക്കണം ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പയറ്, കടല. ഓ അതന്നെ ഞാൻ രണ്ടാമത് ഇപ്പോൾ പെയിൻറ്റ് മേടിച്ചടിക്കും. അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുള്ള തേങ്ങ. നല്ല ഇരുട്ട്, സമയം 7 മണി. ശാലുവിൻ്റെ ബാക്കി പെയിൻ്റ് അടി നമുക്ക് നോക്കാം കേട്ടോ. ഫ്രണ്ടിലത്തെ പെരിടം കണ്ട അങ്ങോട്ട് ഭയങ്കര കാട്, എല്ലായിടവും കാട് കണ്ട്. അപ്പുറമൊക്കെ കാടാണ്. ചെത്തിപ്പറിക്കൂല, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. വയ്ക്കണം ചെത്തിപ്പറിക്കാൻ. നമ്മൾ മതിൽ കെട്ടാത്തതുകൊണ്ട് അവർ അവിടെ ആ സ്ഥലം വൃത്തിയാക്കൂല. ഈ സൈഡ് നമ്മൾ കെട്ടാനുള്ളതാണ്. ഇപ്പം തൊട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 2 ലക്ഷം രൂപയോളം വേണം മൊത്തത്തിൽ കറക്കി കെട്ടണമെങ്കിൽ. അപ്പോൾ അത് പിന്നീടത്തേക്ക് മാറ്റി വെച്ചു. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വാശിക്ക് പുള്ളിക്കാരെവിടെയൊന്നും വൃത്തിയാക്കൂല, മൊത്തം കാടാണ്. ഇന്നലെ നോക്കിയപ്പോൾ ഒരു തവളേനെയും പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നു, ചേര. ഒരു മുട്ടൻ ചേരയുണ്ട് ഇവിടെ. അപ്പോൾ പാമ്പും കാണുമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങ് ബാക്ക് സൈഡിലൊരു പാമ്പ് എന്നിട്ട് അതിനെ കക്കിയിട്ടിട്ട് അങ്ങ് പോയി, തവളേനെ. ഇത് കണ്ട ഈ സാധനം നോക്കിയാണ്, നല്ല ഭംഗിയില്ലേ? അത് ആ വീട്ടിലുള്ളവരാണ് വൃത്തിയാക്കാത്തത്. കല്യാണത്തിന് ഇവിടെയൊക്കെ ആൾ നിർത്തി എല്ലാം ക്ലീനാക്കി. ഇപ്പോൾ 4 മാസം കഴിഞ്ഞ് വീണ്ടും അത് വൃത്തിയാക്കാറായി. ഇനിയിപ്പോൾ എപ്പോഴും നമ്മൾ വൃത്തിയാക്കണമെന്ന് വെച്ചാൽ 1000 രൂപ കൊടുക്കണം ഒരാളിനെ നിർത്തി സൈഡ് മൊത്തം വൃത്തിയാക്കണമെങ്കിൽ. ഇപ്പം ഞാൻ വന്നപ്പോൾ താഴെ ഇവിടെ എല്ലാം കാടായിരുന്നു, നാളാമസമില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവിടെയെല്ലാം പിന്നെ വൃത്തിയാക്കിയൊക്കെ ഇട്ട്. പക്ഷെ അടുത്ത ഫ്രണ്ടിലത്തെ കാട് കണ്ട, കാട് കയറി. അപ്പോൾ അവർ വിളിച്ച് പറയണം, അവർ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പിന്നെ അവർ വിളിച്ച് പറയണം ഒന്ന് വൃത്തിയാക്കാൻ. പക്ഷെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പേടി. പെരടങ്ങളിങ്ങനെ ചുമ്മാ കിടന്നിട്ട് പെട്ടെന്ന് ഇവിടെയൊക്കെ പില്ല് ഉരുക്കും. അതെന്നാണ്ട് ഇതേപോലത്തെ പില്ലാണ്. അതാണ്ട് ഇത് വന്നിട്ട് ഇങ്ങനെ കാട് കയറി കിടക്കും. അപ്പം നാളെ നമ്മുടെ കഞ്ഞിയാണ്. ഒരു ദിവസം ഓരോരുത്തരാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ നമ്മുടെ കഞ്ഞിയാണ്. വിളക്ക് എത്തിച്ചു, കരിന്തിരി എരിഞ്ഞു, അത് ശ്രദ്ധിച്ചില്ല. കരിന്തിരി എരിയാൻ പാടില്ലെന്നാണ് പറയണം വിളക്ക് എത്തിച്ചാലേ. നമ്മുടെ പെണ്ണ് കൊണ്ട് വെള്ളം തലയിൽ ചുമന്നുകൊണ്ട് കുറേ നാളുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം, ഇവളെന്തിരി വരച്ച് ഇങ്ങനെ ആയി നോക്കാം. മാമൂഷ് എന്താ പരിപാടി? എന്തെങ്കിലുമൊക്കെ ആയി തീരും, നോക്കാം. കറുത്ത മരം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് വലിയ നിഴല് പോലെ എൻ്റെ അടുത്ത് പറയണേ, ഹസ്ബൻഡ് വന്നിട്ട് പറയണത് മാനിന്റെ കൊമ്പാണ്. നാളെ വരട്ടെ, ഞാൻ മാനിന്റെ കൊമ്പാണെന്ന് കാണിച്ചു. എന്താന്ന് വരച്ച് ചെയ്യണ മാനിന്റെ കൊമ്പാന്ന് അവൻ ചോദിക്കുവാണേ. എല്ലാം ശരിയായി, പക്ഷേ ലാഭം ഒഴിച്ചു.
അതൊന്നും ചെയ്യണ്ട, ഇതിപ്പോൾ അങ്ങനെ ഇരുന്നോട്ട്. ഇനിയും പരിപാടി തീർന്നില്ല കേട്ടോ. ഇനിയും പച്ച പെയിന്റ് അടിക്കണമെന്ന്. ഇനി എന്തൊരു പെയിന്റ് അടിക്കാൻ? ആ, ഇല വരയ്ക്കണം. അതിൽ കളർ പോവോ നോക്ക്. അതിൽ കളറാവും. വെളിയിൽ കൊണ്ട് കഴുകിക്കൂടെയായിരുന്നു. കളർ ഈ കൈ വെച്ചിട്ട് ഗ്ലൗസ് എടുത്തിട്ടൂടെ? ഗ്ലൗസ് ഇട്ട് ചെയ്തുകൂടെ ഇതൊക്കെ? സാരമില്ല, ഒന്നും സാരമില്ല. നമ്മൾ തുടയ്ക്കുന്ന സാധനം ഓർഡർ ചെയ്തിരുന്നു. ഇന്ന് വന്നതേ ഉള്ളൂ ഇരിക്കുന്നു ഷെയർക്കേസിൻ്റെ അടിയിൽ. അല്ലെങ്കിൽ കാണുന്നവർ വിചാരിക്കും തറ ഉടയ്ക്കണേ കൊണ്ട് അവിടെ വെച്ചേക്കണം. പുതിയത് ഇപ്പോൾ പൊട്ടിച്ചെടുത്ത് വെച്ചതേ ഉള്ളൂ. ഇന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. നമ്മളിവിടെ കടയിൽ പോയി 2-3 കടയിൽ കയറിയിട്ട് കിട്ടിയില്ല. മയൂരിലൊക്കെ പോയി മേടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ തീർന്നു. അത് പിന്നെ മറ്റേ കരിക്ക് ഗൈസ്, എനിക്ക് കരിക്ക് വയ്യാത്തത് കൊണ്ട് കരിക്ക് കുറേ മേടിച്ച്. വെട്ടിത്തരാരും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ ഇരിക്കുകയാണ്. കരിക്ക് നമ്മൾ വാക്കും പിടിക്കുന്ന മെഷീൻ മേടിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം. പൊടിയാണ് ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ അടിച്ചു വരാനൊന്നും ആരും കാണില്ല. പിന്നെ ഇത് വാങ്ങിയതാണ്. ക്ലീനെക്സ് എടുത്തോ. അത് കത്രിക എടുത്തുനിന്ന് കട്ട് ചെയ്യും. വലിച്ചു പൊട്ടിച്ചെടുക്കും. കത്രി എടുത്ത് കട്ട് ചെയ്യടിയത്. കടിച്ചെടുക്കണം. എന്തൊരു സാധനം അറിയാം. കടിച്ച് മുറിച്ചെടുത്ത ഇന്നൊരില. അതും അയ്യോ, എവിടെ ഒട്ടിക്കോ എന്നുള്ള ഒരു ഇതായിപ്പോയത്. വീടരുത് കേട്ടോ. അതിന് വരച്ചെടുത്താൽ ഇവിടെ നിന്ന് ഇവിടെ എല്ലാം കുളമാക്കും. എനിക്കാണെങ്കിൽ ഇരട്ടി പണി. എനിക്കാണെങ്കിൽ വൃത്തിയില്ലെങ്കിൽ, എനിക്ക് മെയിനായിട്ട് വീട് വൃത്തിയില്ലെങ്കിൽ ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇരിക്കും. പക്ഷേ വീട് വൃത്തിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. 2 മക്കളെ ശരിയാക്കും ഞാൻ. അത് മീനുവിനറിയാം. മീനും അങ്ങനെ ഒതുക്കം വൃത്തിയിലേ ചെയ്യത്തുള്ളൂ. എനിക്ക് തുണി വാരി അവിടെ ഇടണത്, ബാഗ് കൊണ്ടെറിയണത്, പിന്നെ അതൊന്നും എനിക്കിഷ്ടമില്ല. പിന്നെ പാത്രം കഴുകി അടുക്കി വയ്ക്കണം, എടുക്കുന്ന സാധനം എടുക്കുന്നിടത്ത് വയ്ക്കണം. അങ്ങനെയൊക്കെ കുറേ ചിട്ടകളുണ്ട്. അവളെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യൂല. മറ്റുള്ള ഇത്തിരി ഒതുക്കം വൃത്തിയൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ചെയ്യും. ഇലയില്ലാതെ തന്നെ ചെയ്യും. അതാണ് എൻ്റെ മോള്. മേടിക്കും. പിള്ളേർക്ക് ചോറ് കൊടുക്കണ്ടേ? പിള്ളേർ ചോറ് കൊടുക്കട്ടെ? ഞാൻ അതൊന്നിട്ട് കാണിക്കാം. ഇപ്പം എൻ്റെ മോളെ ഇനി ആൾക്കാർ പടം വരയ്ക്കാൻ വിളിക്കുമല്ലോ. നഴ്സറിയിൽ അത്ര കുറച്ചിലൊന്നുമല്ല, അത്രയ്ക്ക് അങ്ങോട്ട് വെച്ചാക്കണ്ട. ഞാൻ പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ട് വന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. അത്രയ്ക്ക് ആളെ വരച്ച് 20. മാളു മാമു ചോറ് കഴിക്കാം. വിളക്ക് എടുത്തിച്ചില്ല. വിളക്ക് എത്തിച്ചിട്ട് അതിന് എടുത്തിട്ട് പോകണമുണ്ട്. മാമു മാളൂട്ടി മോളെ പടം വരെ പോക്കണേ. നമ്മൾ വിചാരിച്ച കണക്കൊന്നും നല്ല ആള്. അല്ല പിന്നെ അവിടെ 2 കിടക്കണം. പഠിക്കാനൊന്നും ഇല്ലേ? പരീക്ഷയായിട്ട് എക്സാം തന്നെ.
ഇതുണ്ട് നമ്മുടെ എല്ലാവരെയും ഫോട്ടോ കണ്ട. നമ്മളെല്ലാവരും ഉണ്ട്. കെട്ടിയനുണ്ട്, പിള്ളേരുണ്ട്, ഉണ്ട്. തേണ്ട് മീനൂട്ടിയും ചെക്കനുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. ഇത് നമ്മൾ ഉപ്പിടാൻ വേണ്ടിയിട്ട് കുവൈറ്റിൽ നിന്ന് വാങ്ങിച്ചോട്ട് വന്നേണേ. പിള്ളേർ പറഞ്ഞ് അത് ഇട്ട് അവിടെ വെച്ച് പൊടിയടിക്കണ്ടമ്മ, നല്ല ഭംഗിയുണ്ട് ഇവിടെ വയ്ക്കാന്ന്. അങ്ങനെ ഇവിടെ എടുത്ത് വെച്ച് എല്ലാം ഇതിനകത്തെടുത്ത് വെക്കും. പാവകളൊക്കെ കൂട്ടി വെച്ചിരുന്നുണ്ട്. ഇതെൻ്റെ മാളൂട്ടിയാണ്, ഇങ്ങനെ ഇരുന്ന കുട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഏതാണ്ടിരിക്കണം. ഈ ആളാണ് ഇത് കണ്ടോ. ഇത് ആഹാരം കഴിക്കൂല, അതങ്ങനെ ആയിപ്പോയത്. പിന്നെ ദാണ്ട കിടക്കണവരെണ്ണം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഫോട്ടോയൊക്കെ ഇഷ്ടംപോലെ വെച്ചു. ഇന്നെൻ്റെ മീനൂട്ടി വന്നിട്ടുണ്ട്, അതിനകത്തുണ്ട്. മീനൂട്ടി, ശാലുമോള്. മൂത്താളിനെ കാണണ്ടേ നിങ്ങൾക്ക്? മൂത്താളിനെ കാണിച്ചു തരാം. ഇതെൻ്റെ മൂത്താള്, പടം വരയ്ക്കുന്ന ആള്. ഇത് ഇളയാള്. ഇത് നെച്ചേത്തിൻ്റെ ഫോട്ടോസ്. ഇയാളാണ് പടം വരയ്ക്കുന്ന ആള്. ഇത് കൊള്ളാല്ലേ ലൈറ്റ്? പല കളറാവും ഇത്. ഇപ്പോൾ ഒരു കളറല്ലേ, 7 കളർ വരുമോ ലൈറ്റ്. ഇപ്പം ഇതിഞ്ഞ് മാറിയിട്ട് നീല, പച്ച, ചുവപ്പ്, ഇളം മഞ്ഞ അങ്ങനെയൊക്കെ വരും ഈ ലൈറ്റ്. 7 കളറാണ്. ആ മോളെ കണ്ടിട്ടില്ലേ ഇത്? കണ്ടിരുന്നോ? ശ്രദ്ധിച്ചിട്ടില്ലേ ഇത് ഇതുവരെ? അല്ല, അമ്മയുടെ സെലക്ഷനാണ് എല്ലാം, മൊത്തം സെലക്ഷൻ. ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഈ വീട് വെച്ചത്. ഒരുപാട് പൈസയും പോയി. രണ്ടാമത്തെ നില കൂടെ പണിയാനുള്ള കാശൊക്കെ ഈ വീട് വെച്ചിട്ട് പോയി. പലരും കൂടി പറ്റിച്ചൊക്കെ പോയി. എന്നിട്ട് പിന്നെ ഇപ്പോൾ ഒരുമാതിരിയൊക്കെ നമ്മൾ ആക്കിയെടുത്ത്. പിന്നെ അത്യാവശ്യം നമുക്ക് നമ്മുടെ സ്വന്തം വീടെന്ന് പറയുമ്പോൾ അതൊരു ആഗ്രഹമല്ലേ. ഒരുപാട് ആഗ്രഹിച്ച് വെച്ച വീടാണ്. എന്നിട്ട് ഉറക്കപ്പിച്ചിലടിച്ചോന്ന് ഒരു ഇതൊക്കെ ആക്കി. അപ്പം ഇനി ആർക്കെങ്കിലും പടം വരയ്ക്കുക അതുപോലെ വേണമെങ്കിൽ വരച്ച് തരും കേട്ടോ. മരത്തിനൊക്കെ എത്രയും വീതി വേണോ അവിടെ? ആ വരുന്നേ, ഒരു മിനിറ്റ്. അപ്പോൾ ഇനി അടുത്തവള് വരയ്ക്കട്ടെ. മീനൂട്ടി വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. വിചാരിച്ച കണക്കൊന്നും അല്ല കേട്ടോ. ഞാൻ കുറേ നേരം കൊണ്ട് വീഡിയോ എടുക്കണേ. വീഡിയോ എടുത്തിട്ട് വീഡിയോ ഓണായില്ല. ഷാലുവിനെ പറ്റി എന്താണ് വിചാരിച്ചതെന്ന് ഇത് കണ്ടിട്ട് ഇനി ആൾക്കാർ പടം വരയ്ക്കാൻ വിളിക്കണമെന്തോ. ഒരു അംഗൻവാടി കൊണ്ടിരുന്നേ കൊച്ചിനെ പടം വരച്ച് പഠിക്കട്ടെ. ഇടി നിനക്ക് എൻ്റെ ചെവര് പടം വരച്ച് കളിക്കാനുള്ള ലക്ഷങ്ങളിലാക്കി ഈടുണ്ടാക്കിയിട്ടേ പടം വരച്ച് കളിക്കാനെന്ന് ചോര്. അയ്യോ ചിക്കൻ കറി വെക്കണം ഇപ്പൊ. നാളെ വെച്ചാൽ മതിയാ.
അയ്യോ അയ്യോ അയ്യോ. അങ്ങനെ പടം വരപ്പ് ഫൈനലെത്തി. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച എൻ്റെ ചോര് കുളമാക്കുമെന്ന് വിചാരിച്ച്. പാട്ടിടല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിരകള് ഓ പാട്ട് വയ്ക്കല്ലേ, പാട്ട് വയ്ക്കില്ലേ കളെ, പാട്ട് വയ്ക്കില്ലേ, എനിക്ക് കോപ്പറേറ്റ് വരും. പാട്ട് ഓഫ് ചെയ്യ്, പാട്ട് ഓഫ് ചെയ്യ്, ഓഫ് ചെയ്യ് പാട്ട്. എടുത്തോ, അവിടെ പോയി കിടന്നോ, പറ്റില്ല. ഓടിക്കോ ഓടിക്കോ, വണ്ടി കിട്ടോ. വന്നിട്ട് കഥ അടച്ചോണേ. അങ്ങ് പോ, അങ്ങ് പാട്ട് കയറിയാലേ ഇപ്പോൾ കോപ്പറേറ്റ് ഇപ്പം വരും നമുക്ക്. അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും വരുന്നുണ്ടാന്ന്. വലിയ വലിയ ആൾക്കാർ ചെയ്താൽ കുഴപ്പമില്ല, നമുക്ക് ഇതിൽ വന്ന് നമുക്കപ്പോൾ കോപ്പറേറ്റ് ഇടും. ഒത്തിരി വീഡിയോയ്ക്ക് ഇങ്ങനെ കോപ്പറേറ്റ് വന്നിട്ടുണ്ട്. കുറേ നാളുകൊണ്ട് വീഡിയോ ചെയ്യണം. നമുക്ക് നമ്മളെന്തടേ യൂട്യൂബർ മൈൻഡ് ചെയ്യാത്തത്? പരസ്യം എല്ലാം കയറി എന്തടേ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോടാ മീനു ശാലുകളെ. ഏതാണ്ട് 5 കൊല്ലമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. മാളു ഡോറം അടച്ചിട്ടെ. പറഞ്ഞാൽ കേൾക്കാതെ അടി എൻ്റെ കിട്ടും കേട്ടാ. ഡോറടച്ചിരി. ഇപ്പം ഞാൻ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കില്ല വെളിയിലോട്ട്. ഡോറ് ഇത്രയെങ്കിലും ഉള്ളൂ, തീർന്നില്ലേ? ഇന്നെന്താ ഉള്ളേ? ഇനി ഇല വരയ്ക്കണം. ചുവര് കിട്ടിയപ്പോൾ പെണ്ണ് വിചാരിച്ചൊരു പടം വരയ്ക്കാന്ന് വെച്ച്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലടോ. ആളിത്രയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത സത്യം. കുഴപ്പമില്ല, കുഴപ്പമില്ലെന്ന് പറയാം അല്ലേ? അല്ലേ ഗേസ്, നിങ്ങൾ പറയാം ഇഷ്ടപ്പെട്ടാ എങ്ങനെയുണ്ടെന്ന് പറയാം. മരം എങ്ങനെയുണ്ടെന്നോ? മരം കറുപ്പായിപ്പോയി, ഉണങ്ങിയ മരമായിപ്പോയി. ഓ നിഴലും മരമാണെന്ന് കേട്ടാ. ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു എൻ്റെ ചുവര് എന്തായാലും പോയെന്ന്. അല്ലേ തന്നെ എല്ലാ പടങ്ങളും അതും ഇതും കൊണ്ട് വീട് നിറഞ്ഞിരിക്കണണ്ട. ഇനി ഈ ഒരു പടത്തിൻ്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായോള്. സ്വപ്നം
വീടെന്ന് പറയണ സ്വപ്നം തന്നെ. സ്വന്തമായിട്ട് വീട് വെക്കട്ടെ. ഇത് ഉം. മൊത്തം എൻ്റെ കൂടെ വരികയും. അമ്മ ഒരുപാട് സ്വപ്നവും സങ്കല്പമൊക്കെ വിചാരിച്ച് ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ വീട്, സങ്കല്പത്തിലുള്ള വീട് അല്ലേ. എന്നാലും അത്രയൊന്നും ആയില്ല. നമ്മൾ ഒരുപാട് പൈസയൊക്കെ വീടിന് പോയി. രണ്ടാമത്തെ നിലയൊക്കെ പണിയാനുള്ള വീടാണത് ചെയ്തത്. പക്ഷേ ഒത്തിരിയും പൈസ നമ്മൾ പലരും കൂടി ഒരു 6-7 മേശിരി വരെ നിന്ന് പണിഞ്ഞ് തീർത്ത വീടാണ്. പിന്നെ നോക്കാനും എടുക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ഒരുപാട് പൈസ പറ്റിച്ചു പോയി. പിന്നെ എൻ്റെ ആഗ്രഹത്തിൽ ഇങ്ങനെയെങ്കിലും നമ്മൾ ആക്കിയെടുത്ത്, ഇത് തന്നെ ഏറ്റവും വലിയ കാര്യവും. ദൈവത്തിനോട് നന്ദി. ആരും അടിച്ചിറക്കാതെ നമുക്ക് കിടക്കാമല്ലോ. ഉണ്ടേലും ഇല്ലേലും ആരും വന്ന് നമ്മളെ ഇറങ്ങിപ്പോകാൻ പറയില്ലല്ലോ. പറയോ മേളെ? ഇല്ല. ഞാൻ പറഞ്ഞു. പറയോ? എല്ലാത്തിനും കഴിവുണ്ട്. അഭിനയിക്കാനും ഡാൻസിനും പടം വരയ്ക്കാനും ഒക്കെ കഴിവുള്ള കുട്ടിയാണ്. അവൾക്ക് ഡാൻസിനൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുമുണ്ട്. ആ സമയത്താണ് പിന്നെ ചെറുതിലേ നമ്മൾ പിടിച്ച് കെട്ടിച്ച്. എന്നെയും കുഞ്ഞിലേ കെട്ടിച്ചാണ്, അതുപോലെ തന്നെ മക്കളെയും കുഞ്ഞിലേ കെട്ടിച്ച്. കല്യാണപ്രായമൊക്കെ ആയപ്പോഴത്തേക്ക് കുട്ടികളായി. പക്ഷെ ഇപ്പം അവരുടെ കളി ഇതുവരെ മാറിയിട്ടില്ല. ഇതിൻ്റെ കളി ഇതുവരെ മാറിയിട്ടില്ല. കുഞ്ഞുകളി ഇന്നുവരെ മാറിയിട്ടില്ല. ദൈവം തന്ന ഭാഗ്യം എന്ന് പറയാം മക്കളെ. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. പണ്ട് സീരിയലിലേക്കൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പിന്നെ നമ്മൾ കുഞ്ഞായതുകൊണ്ട് വിടാനുള്ള ഇതില്ലായിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ സീരിയലിലൊക്കെ ആരെങ്കിലും വിളിച്ചാൽ പോവാല്ലേ? സീരിയലിലൊക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നവരൊക്കെ വിളിച്ചാൽ അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട്. പോവും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും. അവളൊരു വീഡിയോ ചെയ്തായിരുന്നേ. ഏത് മോളെ പറഞ്ഞു കൊടുത്തയാളെ? ചെമ്പട്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. പക്ഷേ അത് ഞാനെടുത്ത് യൂട്യൂബിനകത്തിട്ട് എനിക്ക് കോപ്പിറൈറ്റ് വന്നു. പെട്ടെന്ന് ഡിലേറ്റാക്കി. എന്താണെന്ന് വെച്ചാൽ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത് ഡിലേറ്റാക്കി കളഞ്ഞു. വെറുതെ പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവർ തന്നെ നമ്മളത് ഡിലേറ്റാക്കിയതല്ലേ, നമ്മളല്ല അവർ ആക്കിയത്. കോപ്പിറൈറ്റ് വന്നിട്ട് സീത്തരുമ്പോ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? കസേരയൊക്കെ അറിയണ്ടേ? പൊക്ക ഇല്ലായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അമ്മേ എൻ്റെ അടുത്ത് പറയാം ആവശ്യത്തിനുള്ള പൊക്കമൊക്കെ ഉണ്ടെന്ന് പറയും. ചില സമയത്ത് സ്കൂട്ടി ഓടിക്കുമ്പോൾ കുഴിയിലൊക്കെ പോയ കാലെത്തൂല, അവിടെ കിടന്ന് തുഴയും. രണ്ടുപേരും അങ്ങനെ തന്നെ. ഞാനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. എൻ്റെ അടുത്ത് പറയും അമ്മയ്ക്ക് വെയിറ്റ് കൂടുതലാന്ന്. ഇതുവരെയും കൊണ്ട് തള്ളിയിട്ടിട്ടില്ല. ഒരു തള്ളിയിടക്കം പ്രതീക്ഷിക്കാം. എൻ്റെ പൊന്നോ ഇവരിതെന്ത് പറയുന്നേ? വെള്ളം എടുത്തെടുത്ത് ഇതുണ്ട്. പടം വരയ്ക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇരിക്കുന്നു. എടുത്തോടുക്കും. ഇത് ശരിയല്ലടേ. വീഡിയോ എടുക്കണം, വെള്ളവും പിടിച്ചു തരണമെന്ന് വെച്ചാ വെക്കട്ടാ? മതിയാ?
കഴിഞ്ഞോ? സറിയായോ? കുഴപ്പമില്ലല്ലേ? കൊള്ളാം കൊള്ളാം. കൊള്ളാവെന്ന് അവരോട് ചോദിക്കും. കൊള്ളാമോ ഗൈസ്? അവിടെ ഞാൻ കണ്ടിയാളോ എൻ്റെ അടുത്ത് പോയി ചേക്കാറില്ല. കൊള്ളാമോ ഗൈസ്? നമ്മൾ വിചാരിച്ച കണക്കൊന്നും അല്ല കേട്ടോ. സൗണ്ട് കുറയ്ക്കടി. എന്നല്ല അല്ല അമ്മ അവിടെ കാണിച്ചിട്ട് തരാം കേട്ടോ. അരവണ തിന്നണം ഗൈസ്. മണ്ണാർശാലയിൽ നിന്ന് കൊണ്ടുവന്ന അരവണ തിന്നണം ഗൈസ്. പറഞ്ഞാണ് ഗൈസ്. എവിടെന്ന് മഞ്ഞക്കട പറയേ ഞാൻ തിന്നെയാണ്. നല്ല ടേസ്റ്റാണ്. ഓൻ്റെ അമ്മോ ഈ പെണ്ണ് സൂപ്പർ ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലല്ലേ? സൂപ്പർ അരിവണയാക്കളെ, ഒരു രക്ഷയില്ല. കൊള്ളാമോ? അടിപൊളിയാ. ശാലുവിന് എപ്പോഴും ചോറിൽ വരേ ഉള്ളു. ശാലുവിന് എപ്പോഴും നമ്മളെ ചോറിൽ വരെയാണ്. ചോറ് സൂപ്പറാക്കിയില്ല ശാലു? ശാലു സൂപ്പറാക്കിയില്ല നമ്മളെ വരച്ചവര്. കണ്ട വരച്ചിട്ട് കുഴപ്പമില്ല, കൊള്ളാം. അമ്മയ്ക്ക് കഴിവുണ്ടല്ലേ വരയ്ക്കാനൊക്കെ അല്ലേ? പെണ്ണിനെ കൊണ്ട് തോറ്റ്. മതി ഇനി തിന്നണ്ട, ചോറ് കഴിക്കണം. മുട്ട പൊരിച്ച് ചോറ് തരാം. ഇവിടെ നിൽക്കേ. മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ മുട്ട എടുത്ത് അവളെ അവിടെ കൊണ്ട് വെച്ച്. ഇനി ഞാൻ പോയി ചോറ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ പെണ്ണിന് ഭ്രാന്ത് പിടിക്കും. അതേ വിളിക്കണം. എന്തേരടാ പെയിന്റ് അടിച്ച് അവിടെയൊക്കെ കഴിച്ചാ നമുക്ക് തുടപ്പിക്കാം. മക്കളവിടെ നെല്ല് തുടപ്പിക്കാം കേട്ടാ. പെയിന്റ് അടിച്ചിട്ട് അവിടെയൊക്കെ വീണം നമ്മളെ കൊണ്ട് തുടപ്പിക്കേ. നല്ല കുഞ്ഞുങ്ങള്. കൊള്ളാം. എന്ത് കുഴപ്പമില്ല. ചെറിയ ഇലയൊക്കെ ശാലുവിനെ പോലെ ഉണ്ട്. വേണ്ട മതി. ചെറിയ ഇല മതി. തുടരുത് പെയിന്റ് പോ. തൊട്ടവിടെ ഒന്നും ആക്കരുത്. അത് ഇത് വീട് അല്ലേ? എല്ലാം വീട് അല്ലേ? അത് വീട് പൊട്ടിച്ച് എല്ലാം വീടും എല്ലാം പൊട്ടിച്ച്. ഹലോ ഗായ്സ്, എൻ്റെ പാവക്കുട്ടിയാണ്. ഹലോ എന്തിനാ പറഞ്ഞ ഹലോ ഗൈസ് എന്നാണ്? എന്തിനു പറഞ്ഞ ഹലോ ഗൂസ്? എന്തൊക്കെയാണോ പറയണം. കഴിഞ്ഞ മുട്ട പൊരിക്കട്ടാ? മുട്ട പൊരിച്ചോ? ഈ കുഞ്ഞമ്മയുടെ ചോറ് നിന്നില്ലേ? അയ്യേ അത് കൊള്ളൂല. കുഞ്ഞാ മതി.
അത് കൊള്ളാം. ചോറ് തന്നെ മീനക്കുഞ്ഞ പറ. മീനക്കുഞ്ഞ ചോറ് തന്നെ. മുട്ട പൊരിച്ച് ചോറ് തന്നെ കുഞ്ഞ. മതിയല്ലേ? കലാകാരി നല്ല പിന്നെ ഞാൻ വിചാരിച്ച് വെള്ളപ്പൈൻ്റ് അടിച്ചു കൊടുത്താടി അടിപ്പിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, എന്നാ കൊള്ളാം, കുഴപ്പമില്ല അല്ലേ? ഒരു വിധം. പെണ്ണിനെ എപ്പോഴൊക്കെയാലും ചുവരിൽ വരെയുള്ളൂ അല്ലേ കളെ? പെണ്ണിനെ അടി കൊടുക്കണോ കളെ? നമുക്ക് എന്താ തലയൊക്കെ വെച്ചിരിക്കണ? കൈക്ക് മാറ്റി തലയൊക്കെ വെച്ചിരിക്കല്ലേ കേട്ടോ, കേട്ടോ കുഞ്ഞാ. ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണ കാര്യമൊന്നുമല്ല പാട്. ഇവിടെ എല്ലാം തറയിലൊക്കെ പുതിയ പാട് പാട്. ചാടാതെ പാട്. ഇങ്ങനെ പാടാം പാട്ട്, ഇങ്ങനെ പാടാം. ഗുഡ് മോർണിംഗ് ടീച്ചർ.